ഇലക്ഷൻ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് ജനങ്ങളുടെ മുമ്പാകെ പോകാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. കേരളത്തിലെ വികസന കാര്യങ്ങളിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മാസത്തെ പെൻഷൻ കൊടുക്കുന്നതോടുകൂടി കേരളം സാമൂഹ്യക്ഷേമ പെൻഷന്റെ വിതരണത്തിൽ ഒരു റെക്കോർഡ് തുകയിലേക്ക് എത്തുകയാണ്. 5 വർഷക്കാലം കൊണ്ട് 50,000 കോടി രൂപയിലധികം കൊടുക്കുന്നു. വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 51,500 കോടി രൂപ ഈ മാസത്തെ പെൻഷനോട് കൊടുത്തു കഴിയുമ്പോൾ വരും. തുടർഭരണം വരികയാണെങ്കിൽ കേരളത്തിൽ ഈ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ പല മേഖലയിലാണ്. ഇപ്പം മാനിഫെസ്റ്റോ ഇപ്പോൾ തന്നെ വരും LDFൻ്റെ. അതിനകത്ത് ഈ പറഞ്ഞ കാര്യമാണ്, ഒരാൾ പോലും നമ്മുടെ പൊതു വികസനത്തിൽ നിന്നും പൊതു ജീവിതത്തിൻ്റെ സൗകര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് പുറത്ത് ഇത്രയും ജീവിത സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റുകളില്ല. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനം, പട്ടിണിയുടെ കാലങ്ങളുടെ മോചനം, അത് നൽകിയ ധനതത്വശാസ്ത്രത്തിൻ്റെ വിജയമാണ് ഇന്ന് കേരളക്കരയായി അടിച്ചുകൊണ്ടിരിക്കുന്നത്. കടൽ യാത്ര ഇപ്പം നിൽക്കുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര മണ്ഡലത്തിലെത്തിയപ്പോൾ കൊട്ടാരക്കരയിൽ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് കിട്ടി. മന്ത്രി ശ്രീ KN ബാലഗോപാൽ സഹാവ് നമ്മളുടെ പോകുന്നുണ്ട്. വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞാലൊരു എന്താ പറയുക, മാന്ത്രികത എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കേരളത്തിൻ്റെ ഖജനാവ് എത്ര കണ്ട് ബുദ്ധിമുട്ടിലാണെങ്കിലും സാധാരണക്കാരൻ്റെ പട്ടിണി മാറ്റുവാൻ 2,000 രൂപ എന്നുള്ള വലിയൊരു പെൻഷൻ സംഖ്യ നൽകിയതാണ് ഇന്ന് കേരളക്കാരെ മുഴുവൻ. ഞങ്ങൾ ചോദിച്ചെടുത്തൊക്കെ ഞങ്ങൾക്ക് പട്ടിണി മാറ്റാൻ ഒരു പണം വരുന്നുണ്ട് എല്ലാ ദിവസവും, അത് ആര് തരും? LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് അവർ ചോദിക്കുന്നു. സഖാവ് എങ്ങനെയാണ് ഈ ഇലക്ഷനെ കാണുന്നത്? ഈ ഇലക്ഷൻ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് ജനങ്ങളുടെ മുമ്പാകെ പോകാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. കേരളത്തിലെ വികസന കാര്യങ്ങളിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഭാവിയുടെ നമ്മുടെ മുന്നോട്ട് പോക്കിന് ഭാവിയിലേക്കുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. അടിസ്ഥാന സൗകര്യ വികസനം, പുതിയ ജോലി സാധ്യതകൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ, ക്രമസമാധാനം, ഇതെല്ലാം പ്രധാനമാണ്. അതിനൊപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനം ഇല്ലാതെ കുറച്ച് പേർക്ക് വികസനം ഉണ്ടായി പോരാ. മുഴുവൻ ആളുകളെയും നമുക്ക് കൂടെ ചേർത്ത് പിടിക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനം ഇല്ലെങ്കിൽ ഈ വികസനങ്ങൾ കാര്യമില്ല. അപ്പോൾ അതിദരിദ്രരുണ്ടാവരുത്, വീടില്ലാത്ത ആളുകൾ ഉണ്ടാവരുത്, പരമാവധി എല്ലാവർക്കും വീട് കൊടുക്കണം. മാസം തോറും അവർക്ക് ജീവിത ബുദ്ധിമുട്ടിന് പല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ചെറിയ തുകയെങ്കിലും ക്ഷേമ പെൻഷനായി കിട്ടണം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി നടത്താൻ കഴിഞ്ഞ ഒരു ഘട്ടമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം, ഈ മാസത്തെ പെൻഷൻ കൊടുക്കുന്നതോടുകൂടി കേരളം സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ വിതരണത്തിൽ ഒരു റെക്കോർഡ് തുകയിലേക്ക് എത്തുകയാണ്. 50,000 കോടി കഴിയുന്നു. 5 വർഷക്കാലം കൊണ്ട് 50,000 കോടി രൂപയിലധികം കൊടുക്കുന്നു. വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 51,500 കോടി രൂപ ഈ മാസത്തെ പെൻഷനോട് കൊടുത്തു കഴിയുമ്പോൾ വരും. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി മെയ് മാസമാണ്. മെയ് മാസം ആകുമ്പോൾ അത് 53,000 കോടിയിലധികമാവും, 54,000 കോടികളാവും. എന്ന് പറഞ്ഞാൽ ഈ കിഫ്ബി വഴി നമ്മൾ 1,10,000 കോടിയാണ് ഇതുവരെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എടുത്തേക്കുന്നത്. ചിലവഴിച്ചേക്കുന്നത് 40,000 50,000 കോടിക്കിടയിലാണ്. എന്നിട്ട് തന്നെ കേരളത്തിൽ അത്ര വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോഴാണ് ക്ഷേമ പെൻഷൻ മാത്രം നമ്മൾ 50,000 കോടിയിലധികം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൈസ് മനസ്സിലായല്ലോ. തൊട്ട് മുമ്പത്തെ ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത് നല്ല തുക കൊടുത്തതാണ്. അന്ന് 2,000 ഇല്ലാതെ 600-ൽ നിന്നാണ് വർദ്ധിച്ചു വന്നത്. അന്ന് ആകെ കൊടുത്ത 34,000 കോടിയാണ്. അതിന് തൊട്ട് മുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത തുക അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം അറിയുക. അന്ന് 9,000 കോടിയാണ് കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. 62 ലക്ഷം കുടുംബങ്ങളിൽ ഈ പറഞ്ഞ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാക്കി ഇത് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി, മറ്റു കാര്യങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാരുൾപ്പെടെ പെൻഷൻകാരുൾപ്പെടെ എല്ലാ മേഖലയിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ആശ, അംഗൻവാടി തുടങ്ങിയ അല്ലെങ്കിൽ കരാറെന്നല്ല അവരെ പറയാം, അവരെ സ്കീം വർക്കേഴ്സാണ്. അവരുടെ കാര്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു. ചെറുപ്പക്കാർക്ക് കണക്ട് വർക്ക് എല്ലാ മേഖലയിലും, പരമ്പരാഗത വ്യവസായ മേഖല തുടങ്ങി എല്ലാ മേഖലയിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ കേരളത്തിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റി. കൂടുതൽ തൊഴിലവസരങ്ങൾ കേരളത്തിനകത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. വിഴിഞ്ഞം പോലുള്ള വലിയ തുറമുഖം വന്നു, അതുപോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ വന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായി കേരളത്തിൽ ഇതുവരെ ഉള്ളതിനേക്കാളും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാവുന്ന ഘട്ടമാണിപ്പോൾ. ആ കുതിച്ചുചാട്ടത്തിന് ആദ്യത്തെ 5 വർഷക്കാലം ഒന്നാം പിണറായി സർക്കാർ ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന പല കാര്യങ്ങളും തുടരാൻ പറ്റിയത് രണ്ടാമതൊരു സർക്കാർ വന്നുകൊണ്ടാണ്. ഈ തുടർച്ചയില്ലായിരുന്നെങ്കിൽ നേരത്തെ വന്ന കാര്യങ്ങളൊന്നും കിടക്കില്ല, വഴി കിടക്കും. ഇപ്പോൾ കൊട്ടാരക്കര തന്നെ നമുക്കറിയാം, നേരത്തെ LDFൻ്റെ MLA-മാരുടെ കാലത്ത് ഒരു 15 വർഷക്കാലം ഒരു MLA പ്രവർത്തിച്ചു. ആദ്യത്തെ 5 വർഷക്കാലം കുറേ കാര്യങ്ങൾ തുടങ്ങി. പിന്നീട് വന്ന UDF ഒന്നും ചെയ്തില്ല, തുടർച്ചയില്ല, പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണു ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് ഇവിടുത്തെ സിവിൽ സ്റ്റേഷൻ അടക്കമുള്ളതെല്ലാം പൂർത്തീകരിച്ചത്. അപ്പോൾ തുടർച്ചയുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന അനുഭവങ്ങളാണുള്ളത്. അതുണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ക്ഷേമ പെൻഷനും പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ശമ്പളവും ശമ്പളാനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കണമെങ്കിലും ഇടതുപക്ഷം വേണം. കാരണം ദീർഘിപ്പിക്കുകയല്ല, ഒരു കാര്യം കൂടി പറയാം.
ഇന്നലെ ഇന്നും എല്ലായിട്ട് വന്ന പത്രത്തിൽ വന്ന വാർത്തകളിൽ ഹിമാചൽ പ്രദേശിലെ ഒരു വാർത്ത വരുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചു, ശമ്പളം 30% വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ട് ഇടയ്ക്ക് നിവേദനം കൊടുത്തു. അവർക്ക് കിട്ടാനുള്ള പണം വലിയ തോതി കിട്ടാതിരിക്കുന്നു. കേരളത്തിനുള്ള അതേ പ്രശ്നം തന്നെയാണ്. പക്ഷേ അവരെന്താ തീരുമാനിച്ചേ? ശമ്പളം 30% കുറയ്ക്കാനാണ്. കോൺഗ്രസ് പറഞ്ഞ് ഇവിടെ പറഞ്ഞെന്താ, UDF പറഞ്ഞ് കേരളത്തിൽ ഇത് കുഴപ്പമാവും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുഴപ്പമായില്ല. പക്ഷേ അവരുടെ മോഡൽ എന്താ? ഹിമാചൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിമാചൽ പ്രദേശ് മോഡൽ എന്ന് പറഞ്ഞാൽ ശമ്പളം വെട്ടിക്കുറയ്ക്കലാണ്, മറ്റു കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കലാണ്. കേരളത്തിൽ അതല്ല. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള ഹിമാചൽ പ്രദേശിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിന് വ്യത്യസ്തം ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി ജനങ്ങളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതിന് ധനകാര്യമന്ത്രി എന്ന നിലയിൽ വലിയ തോതിൽ ആ കാര്യത്തിൽ ഇടപെടാനും നയം നടപ്പിലാക്കാനും നന്നായി ശ്രമിക്കാൻ കഴിഞ്ഞു എന്നുള്ള വ്യക്തിപരമായ സന്തോഷവും, കൊട്ടാരക്കരയിലെ MLA എന്ന നിലയിൽ ആ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങോട്ട് മാത്രം ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കാരണം കേരളത്തിന് അനുവദിച്ചിട്ടുള്ള കേന്ദ്ര വിഹിതങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കുകയും പല വിഹിതങ്ങളും തരാതിരിക്കുകയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് നമുക്ക് പ്രളയം പോലെയുള്ള വലിയ വലിയ ദുഃഖങ്ങളും മാരികളും ഒക്കെ ഉണ്ടായത്. പിന്നെ നമ്മളുടെ വയനാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ദുരന്തങ്ങളൊക്കെ അതിജീവിക്കാൻ കേരളത്തിൻ്റെ ഒരു വലിയ ശ്രമം ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? പണം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള 500 രൂപ പോലും കൊടുക്കാതിരുന്ന കാലത്ത് ഇന്നൊരു വീട്ടിലേക്ക് ഒരാൾക്ക് ശരാശരി 2000 രൂപ കൊടുക്കുമെന്ന് പറയുമ്പോൾ മുതിർന്നവരാണെങ്കിൽ 2 പേരുണ്ടെങ്കിൽ പോലും ആ കുടുംബം പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. അതെങ്ങനെ സാധിച്ചു? അത് യഥാർത്ഥത്തിൽ കൊടുത്തിട്ട് തന്നെയാണ് സാധിച്ചത്. വേറെ കുറുക്കൊഴിയൊന്നുമില്ല. പക്ഷേ അത് കൃത്യമായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി തയ്യാറാക്കിയിട്ടോ. നല്ല ഫണ്ട്. നമുക്ക് ടാക്സ് കൂട്ടാൻ പറ്റില്ല. GST വന്നതിന് ശേഷം ടാക്സ് മൊത്തം തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. നമ്മുടെ സ്വന്തമായിട്ടുള്ളത് മദ്യത്തിൻ്റെയും പെട്രോളിൻ്റെയും മാത്രം, ഡീസലിൻ്റെയും വില മാത്രമാണ്. മദ്യത്തിന് കൂട്ടിയിട്ടേ ഇല്ല, കാരണം മയക്കുമരുന്നിൻ്റെ പ്രശ്നമുള്ളത്. ഡീസലിനും പെട്രോളിനും അങ്ങനെ കൂട്ടിയിട്ടില്ല. 1 രൂപ സെസ്സാണല്ലോ ഇടയ്ക്ക് ഏർപ്പെടുത്തി. അതൊന്നും കൂട്ടാൻ പറ്റാത്തതാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ശേഖരിച്ച് കിട്ടാനുള്ള പണമുണ്ട്. കൂട്ടാൻ പറ്റില്ല, പക്ഷേ ശേഖരിച്ച് കിട്ടാനുള്ളത് ശേഖരിച്ചു. നോൺ ടാക്സ് ഇനത്തിൽ കുറേ വർധനയുണ്ടാക്കി. ഇത് കൃത്യമായി ചിലവാക്കുന്നത്, നല്ല കാര്യങ്ങൾ ചിലവാക്കുകയും ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി മാനേജ് ചെയ്ത് അതിൻ്റെ ഒരു ഫിസ്ക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. അത് ചെയ്ത് നന്നായി ധനകാര്യ വകുപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ സിവിൽ സപ്ലൈസിന് ബഡ്ജറ്റ് വെച്ചതിനേക്കാളും 50-60% തുക അധികം കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ അത് ബന്ധപ്പെട്ട ഫയൽ വന്നിരുന്നു. അപ്പോൾ അതെല്ലാം സാധാരണഗതി കൊടുക്കും. ഈ ഇതുപോലുള്ള മേഖലകൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആരോഗ്യവകുപ്പിന് പണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, മരുന്ന് മേടിക്കാൻ. സിവിൽ സപ്ലൈസിന് നമുക്ക് ചിലവാക്കാതിരിക്കാൻ പറ്റില്ല. മറ്റ് ഇതുപോലെ ഏറ്റവും അത്യാവശ്യമുള്ള വകുപ്പുകളിൽ ചിലവാക്കാതിരിക്കാൻ പറ്റില്ല. അത് ചിലവാക്കുകയും നമ്മുടെ വരുമാനത്തിനകത്ത് നമുക്ക് നല്ല വർധന വന്നു. 54,000 കോടിയായിരുന്നു നമ്മൾ വരുന്ന വർഷം, ഞാൻ വന്ന വർഷത്തെ വരുമാനം, തൊട്ട് മുമ്പത്തെ വർഷം. അത് ഇപ്പോൾ 1,05,000 1,10,000 കോടിയിലേക്ക് ഈ വർഷം എത്തി, 5 വർഷം കൊണ്ട്. അപ്പോൾ ആ ഒരു വർധന വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അത് ടാക്സ് കൂട്ടിയിട്ടല്ല, ആളുകളുടെ മേളിൽ ബർഡൻ അടിച്ചേൽപ്പിച്ചിട്ടല്ല, കുറച്ചുകൂടെ എക്കണോമിക് ആക്റ്റീവ് വന്നിട്ടാണ്. അതിന് കൂടുതൽ നന്നായി വരും. തുടർഭരണം വരികയാണെങ്കിൽ കേരളത്തിൽ ഈ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ പല മേഖലയിലാണ്. ഇപ്പം മാനിഫെസ്റ്റോ ഇപ്പോൾ തന്നെ വരും LDFൻ്റെ. അതിനകത്ത് ഈ പറഞ്ഞ കാര്യമാണ്, ഒരാൾ പോലും നമ്മുടെ പൊതു വികസനത്തിൽ നിന്നും പൊതു ജീവിതത്തിൻ്റെ സൗകര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. എല്ലാവർക്കും ജീവിതത്തിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടണം, സുരക്ഷിതത്വം കിട്ടണം. അതിനകത്ത് വിദ്യാഭ്യാസം കിട്ടണം, ചികിത്സ കിട്ടണം, സാമൂഹികമായ സുരക്ഷിതത്വം മറ്റു പലതും കിട്ടണം. അത് ഉറപ്പാക്കണം. അതേസമയം ഇത് വെറുതെ കുറച്ചാൾക്ക് സുരക്ഷിതത്വത്തിന് പണം കിട്ടില്ലല്ലോ. പണം ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? അല്ലെങ്കിൽ വരുമാനം വേണമെങ്കിൽ നമ്മുടെ പുതിയ തലമുറയ്ക്കും നിലവിൽ ജോലി എടുക്കുന്ന ആൾക്കും കൂടുതൽ ജോലി എടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള നല്ല നല്ല പദ്ധതികൾ വേണം. അപ്പോൾ കൂടുതൽ തൊഴിലവസരം വേണം. ലോകത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് നമ്മുടെ ചെറുപ്പക്കാർ. ലോകത്തേക്കെല്ലാം നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നുണ്ട്, ജോലി കിട്ടിപ്പോകുന്നുണ്ട്. ചെറുപ്പക്കാർ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഒത്തിരി പ്രവാസികളുണ്ടല്ലോ. ആ ലോകത്തേക്ക് എല്ലായിടത്തേക്കും പോകുന്ന ആളുകൾക്ക് കേരളത്തിനകത്തും ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കൊട്ടാരക്കര തന്നെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള എത്രയോ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞു. കേരളത്തിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ ചെറുപട്ടണങ്ങളിലും കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ ആ ടെക്നോളജി നല്ലപോലെ ഉപയോഗിക്കണം, പുതിയ കാര്യങ്ങൾ ഉപയോഗിക്കണം, പിന്നെ വരുമാനം ഉണ്ടാവണം. വരുമാനം ഉണ്ടാവാതെ നമുക്കൊരിക്കലും ഈ ക്ഷേമ പദ്ധതികൾ പറ്റില്ല. അപ്പോൾ വരുമാനം ഉണ്ടാവാൻ വേണ്ടി കൂടുതൽ തൊഴിലവസരങ്ങളും വികസനവും വേണം. അതിനൊപ്പം ഈ ക്ഷേമ പദ്ധതികൾ, ഇതാണ് ജനറലി പറയാവുന്നത്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ തന്നെ നമ്മുടെ കാരുണ്യ പദ്ധതി പോലുള്ള പദ്ധതി, മെഡിസപ്പ് സർക്കാർ ജീവനക്കാർക്കുള്ളത് പോലൊരു പദ്ധതി പൊതുസമൂഹത്തിന് കൊണ്ടുവരാൻ വേണ്ടി കുറഞ്ഞ ചെലവിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ സർക്കാർ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഓരോ മേഖലയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഒരുപാട് ദീർഘദൃഷ്ടിയുള്ള ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നേരത്തെ തന്നെ നമ്മൾ ചെയ്ത് എത്തിയതാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ അടുത്ത ഘട്ടമുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും കേവല ദാരിദ്ര്യവും ഒഴിവാക്കണം. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ തീരെ വയ്യാത്തതാണ്. എന്നാൽ കേവല ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളുടെ ഷോർട്ടേജാണ്, ഭക്ഷണം മാത്രമല്ല ദാരിദ്ര്യം. അപ്പോൾ ആ മേഖലയിൽ നമുക്ക് കൂടുതൽ വേണ്ടി വരും.
അപ്പോൾ ഇതൊക്കെ കൃത്യമായൊരു സ്കീം നമ്മുടെ സർക്കാർ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇംപ്ലിമെന്റ് ചെയ്യും. ലോകത്ത് ഇതേപോലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് പുറത്ത് ഇത്രയും ജീവിത സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റുകളില്ല. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നമ്മുടെ ഇത്തരം വിജയങ്ങളൊക്കെ വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ മാധ്യമങ്ങളൊക്കെ തന്നെ മുക്കിവെക്കുകയോ മറ്റൊരു തരത്തിലൊക്കെ വഴിതിരിച്ചു വിടാനായിട്ട് ശ്രമിക്കുമ്പം നവമാധ്യമത്തിൻ്റെ എല്ലാ വിധത്തിലുമുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കനൽ എന്ന മാധ്യമം കടന്നു വരികയാണ്. ഇടതുപക്ഷ ആശയങ്ങളും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ജനങ്ങൾക്ക് അറിയേണ്ട പദ്ധതികളെക്കുറിച്ചടക്കം എല്ലാം വിവരിക്കുന്ന ഒരു ചാനൽ കടന്നു വരുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉണ്ടായ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഇപ്പോൾ പലപ്പോഴും പലപ്പോഴും പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംവിധാനം വരുന്നു. സോഷ്യൽ മീഡിയയ്ക്കും വേറൊരു പ്രശ്നമുണ്ട്. സോഷ്യൽ മീഡിയയും ഇപ്പോൾ ധാരാളമായ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വരുന്നു. അതിൽ പലതും വലിയ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടി സ്വതന്ത്രമായ ചാനലുകൾക്ക് നിൽക്കാൻ പറ്റുന്ന കുറച്ച് സാധ്യത ഇപ്പോൾ ഉണ്ട്. ആ സാധ്യതയും പുതിയ ഒരു സാഹചര്യത്തിൽ അതിനകത്തൊരു ഭയങ്കര ഒരു കൊങ്കാർമേറ്റ്സ് വരുന്നുണ്ട്. വലിയ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഇപ്പം മറ്റൊരു ഇത് അവർ വിചാരിക്കുന്ന തരത്തിലേ താഴോട്ട് പോകുന്നുള്ളൂ എന്നുള്ള അപകടം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആദ്യം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു സാധനം അയച്ചാൽ എല്ലാവരും കാണും, നിങ്ങൾ അയച്ചാൽ എല്ലാവരും കാണും. ഇപ്പം നിങ്ങളുടെ ഈ കണ്ണിൽ അയക്കുന്ന സാധനം എവിടേക്ക് ചെല്ലണമെന്ന് തീരുമാനിക്കാനും ഇതിൻ്റെ ഒറിജിനൽ ഓണർഷിപ്പിന് പറ്റും. പക്ഷെ നിലവിൽ കുറേയേറെ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. എന്നാൽ അതിനകത്തും ഡിജിറ്റലി കൺട്രോൾ ചെയ്യാം. ഏത് സാധനം എവിടെ പോകണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സംവിധാനം വരുന്നു എന്നുള്ളതിൻ്റെ അപകടമുണ്ട്. അതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ അപകടമുണ്ട്. എന്നാലും കുറച്ചേറെ നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു വേദി എന്ന നിലയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വളരെ സഹായകരമാണ്. തീർച്ചയായിട്ടും എന്തായാലും ദീർഘദൃഷ്ടിയുള്ള ഒരു സാധാരണക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി എഴുതി കുറിച്ച നമ്മുടെ ബഡ്ജറ്റുമായിട്ട് നിയമസഭയിലെത്തി ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ആ ബഡ്ജറ്റിൻ്റെ അവകാശങ്ങൾ ഒന്നൊന്നായിട്ട് ക്ഷേമ പദ്ധതികളായിട്ട് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യിച്ച ഒരു മനുഷ്യൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിലെ വിജയം ആശംസിക്കാണ് വിപ്ലവാഭിവാദികൾ. ലാൽസലാം. താങ്ക് യു.